പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശം ഏപ്രിൽ 8 മുതൽ 18 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാടിന്റെയും വടക്കേടത്ത് ഹരിനമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 9 വൈകിട്ട് 7:30 ഭാഗവത വേദാചാര്യൻ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. നവീകരണ സഹസ്ര കലശത്തിന്റെ ഭാഗമായി ദിവസവും നടക്കുന്ന പ്രസാദ ഊട്ടിലേക്ക് ഭക്തജനങ്ങളിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ ശേഖരിക്കും. 7 രാവിലെ 8 ചെറുവാൾ വലിയകുന്ന് വനശാസ്ത്ര ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിക്കുന്ന കലവറ നിറയ്ക്കൽ പരിപാടി ആരംഭിക്കും. ക്ഷേത്ര പരിസരങ്ങളിലും വിവിധയിടങ്ങളിലും സെന്ററുകളിലെത്തി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് രാവിലെ 11 പള്ളത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് അവസാനിക്കും. ഏപ്രിൽ 15 ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, സഹസ്രകലശം ചെയർമാൻ നടുവം ഹരിനമ്പൂതിരി, സഹസ്രകലശം കൺവീനർ അനിയൻ പള്ളത്ത് വടക്കൂട്ട്, ക്ഷേത്രം സെക്രട്ടറി ജനീഷ് കുന്നുമക്കര എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് തെക്കേത്തറവിലെ പള്ളത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവീകരണ സഹസ്രകലശം നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് ഉദ്ദേശിച്ചത്. നവീകരണ കലശം നടത്തണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 2024 ഏപ്രിൽ 8 മുതൽ 18 വരെ നവീകരണ സഹസ്രകലശം നടക്കുന്നത്. സാധാരണയായിട്ട് ലോക ജനതയുടെ സന്തോഷവും ആനന്ദമാണ് എല്ലാ കാര്യത്തിലും എല്ലാ സമൂഹവും കൈക്കൊണ്ടിട്ടുള്ളത്. എപ്പോഴും അതാണ് ലക്ഷ്യം ഏതൊരു സമൂഹത്തിൻ്റെയും. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഭാരതത്തില് ക്ഷേത്രങ്ങളുടെ ഉദയം അത് തന്നെയാണ്. ജനതയുടെ സന്തോഷവും സമാധാനവും അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളുടെ ഉദയം. ശ്രീ പള്ളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, ഈ സഹസ്രകലശത്തിൻ്റെ ചെയർമാൻ ഹരി തിരുമേനി, കൺവീനർ അനിയൻ പള്ളത്തോട്